നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നും പതിവ് പോലെ തന്നെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗസ്റ്റുകളൊക്കെ കയറി വരുമ്പം നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി ചോറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 1/2 കിലോ ബീഫ് നന്നായി കഴുകി എടുത്ത് വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് അരി. ഇത് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസോ വെറൈറ്റി പലതരത്തിലുള്ള ബിരിയാണി റൈസുകളുണ്ടല്ലോ, അതിലേതെങ്കിലും മതി. പിന്നെ ഒരു മീഡിയം സവാള, ഇത്തിരി വലിപ്പത്തിലുള്ളൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, അത് ഞാൻ മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇറച്ചിച്ചോറ് തയ്യാറാക്കാം. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാവേ. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ മതി. വെളിച്ചെണ്ണയാണ് ഇത്തിരിയും കൂടെ നല്ലത്. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് എണ്ണ ഒഴിക്കാവേ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ. ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരി കൂടുതൽ വേണ്ടിയവരൊക്കെ അതിനനുസരിച്ച് ചേർത്തോണേ. ഞാൻ 1/2 കിലോ ഇറച്ചി 1/2 കിലോ റൈസും എടുത്തേക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുമെന്ന്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതൊരു ചെറിയ തക്കാളിപ്പഴമാണ്. നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനിങ്ങനെ അരച്ച് വെച്ചത്. ഇതിലൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ടേ. മസാലയൊക്കെ വഴന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുവാണേ. ഒരു 1/4 മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടേ. ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും ചേർക്കണം. അതേസമയം തന്നെ നമ്മളുടെ ചോറ് അരി വേവിക്കാൻ വേണ്ടി നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാൻ തുടങ്ങുന്നു. അരി നമ്മൾ കഴുകി അല്പം ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ചോറിൻ്റെ കൂടെ ഈ ഇറച്ചിയുടെ കൂടെ തന്നെ വേണമെങ്കിലും ഇട്ട് അരി വേവിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ ഇതുണ്ടാക്കുന്നവർക്ക് ഈ അരി കുക്കറിനകത്തിൽ ഒന്നിച്ച് ഇറച്ചിയുടെ കൂടെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കിനും ഇത് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്പം കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ഇടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫും കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേവാൻ വേണ്ടി. ചില ബീഫ് പെട്ടെന്ന് വേവും, ചില ബീഫ് വേവാൻ താമസിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം അരി നമ്മളൊരു 3/4 വേവിന് ഊറ്റും. ഇത് കണ്ടോ, അധികം നെയ്യൊന്നും ഇല്ലാത്ത നല്ല ഹൽവ കഷ്ണം പോലത്തെ ഇറച്ചിയാണേ. രാവിലെ എൻ്റെ ഇച്ചായൻ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇറച്ചി വേവാനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ
ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ റൈസ് വേറെയല്ലേ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം മതി. കണ്ടോ? എന്നാൽ അളവറിയണമെങ്കിൽ കപ്പ് കണക്കൊന്നും വേണ്ട. ഇത് കണ്ടോ, ഒരു 1/4 ഭാഗം. ഇത് മൂടി കിടക്കണ്ട, ഇറച്ചിയുടെ മണ്ടയിൽ വെള്ളം വരണ്ട. ഒരു 1/4 ഭാഗത്തോളം വെള്ളം വരണം. ഒരു 7-8 വിസിൽ കേൾക്കണം, എന്നാലേ ബീഫ് വേഗത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാവേ. ഇത് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ തീയിൽ വയ്ക്കണം. അത് കഴിയുമ്പം മീഡിയം ഫ്ലെയിമിലാക്കണം. പിന്നെ നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടേ. നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് മല്ലിയില, അത് നമ്മുടെ ഇവിടെ ഉള്ളതാണേ. ഞാൻ മല്ലിയിലയ്ക്ക് പകരം നമ്മുടെ ഈ ഇല തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇറച്ചിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ എന്നാലും ഒരു കുറച്ച് റൈസിനും കൂടെ വേണം, അതുകൊണ്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി അല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചെണ്ണ മതി. നമ്മൾ ഒഴിച്ചു കൊടുത്തതേ ഈ ചോറ് വെന്ത് കഴിയുമ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ഇറച്ചി ചോറിൻ്റെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അതിന് 8 വിസിൽ വന്നു. അതിൻ്റെ ആവിയൊക്കെ പോയി. നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇറച്ചിയുടെ ഗ്രേവിക്കകത്തിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ഒരു വിസിലും കൂടെ ഒന്ന് കേൾപ്പിക്കണം. ഒരു 1/4 പരുവേ റൈസ് വെന്തിട്ടുള്ളൂ. അപ്പോൾ ഒരു വിസിലും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഈ ഗ്രേവി എല്ലാം കൂടി റൈസിലോട്ട് പിടിച്ചിട്ട് നല്ല പരുവമായിട്ട് ഇരിക്കും. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ഇറച്ചി ചോറിൻ്റെ ഇറച്ചിക്കറിക്കകത്തിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വന്നു. അതിൻ്റെ ആവിയൊക്കെ പോയി. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമാണ്. ഇനി നമുക്കിതിനതിലോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ടേ. നമുക്ക് ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇറച്ചിക്കറി വെക്കുന്ന കൂട്ടത്തിലും വേണേലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇടുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ വരും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റിയൊന്ന് നോക്കണ്ടേ. ഇത്തിരി ഇട്ട് ഇളക്കിയാൽ കുഴഞ്ഞു പോവേ. നമുക്കിനി ഇത് എന്നിട്ടൊരു വേറൊരു നല്ല വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് കുടഞ്ഞിടാം. നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അപ്പം അതിൻ്റെ ഗ്രേവി എല്ലാം ഉണ്ടോ, ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് നമ്മുടെ അലക്സ ചായനും എൻ്റെ ഇച്ചായനും കൊടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അവരത് കഴിച്ചിട്ട് സത്യസന്ധമായ രീതിയിൽ അഭിപ്രായം കൂടെ പറയുന്നതായിരിക്കും. ഇതിൻ്റെ മണം കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ അടിപൊളി അനുഭവം ഒന്ന്. ഇത് ഇറച്ചിയെ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിരിക്കുന്നു. എരിവും മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. റൈസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഗ്രേവിയൊക്കെ അതേ പിടിച്ച് നല്ല 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 ടേസ്റ്റിയാണ്. നല്ല കോമ്പിനേഷനാണ്. നന്നായിരിക്കുന്നു. വെരി ഗുഡ്.
ഈ ആക്രാന്തം കാണിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് പിടിച്ചു പറിക്കുന്നില്ലെന്നുള്ളേ ഉള്ളൂ. സാറിനിസ്റ്റിൻ്റെ അടുത്തുനിന്ന് വളരെ നന്നായിരിക്കുന്നു. വളരെ ഇതിൻ്റെ കമൻറ്റ് പറഞ്ഞാൽ ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലാത്തതുകൊണ്ട് ഇതിനെ കഴിച്ച് തീർത്ത് കാണിക്കാം. നമ്മുടെ സാലിമാമ്മയുണ്ട് കേട്ടോ, മാമയ്ക്ക് കൂടെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.